പ്രകാശേട്ടൻ രാവിലെ എണീറ്റത് തന്നെ തീരുമാനിച്ചു പേരയ്ക്ക മുഴുവനും പ്രകാശേട്ടൻ തിന്നേണ്ടത് മുഴുവനും ഷുഗർ ആയതുകൊണ്ടേ എല്ലാ പേരയ്ക്കും പ്രകാശേട്ടന് ഇഷ്ടമാണ്, പ്രകാശേട്ടൻ തിന്നാനും ഇഷ്ടമാണ്. എല്ലാം മലയണ്ണാനാണ് പറിച്ചുകൊണ്ട് പോകുന്നത്. ആൾ തന്നെ രാവിലെ എണീറ്റ് വലിയൊരു തോട്ടി എടുത്തിട്ട് പറക്കിലാണ് കേട്ടോ. പറച്ചത് തോട്ടിലേക്ക് വീണ്. ആളിവിടെ നിന്ന് എത്തി നോക്കുകയാണ്. വീണ സ്ഥലം നോക്കി വയ്ക്കുകയാണ്. വീണ സ്ഥലം നോക്കിയാലേ അടുത്തത് വരയ്ക്കുമ്പോൾ എവിടെ നിന്ന് കിട്ടുള്ളൂ. ആൾ കണ്ടുവയ്ക്കുകയാണ് കേട്ടോ. ആൾ ഇതിലത്തെ പേരയ്ക്ക മൊത്തം ആളെന്നെ തിന്നും. ആൾക്ക് നല്ല ഇഷ്ടമാണ് പേരയ്ക്ക തിന്നാൻ. പിന്നെ ഷുഗറിന് നല്ലതുമാണ്, പ്രഷറിനൊക്കെ നല്ലതുമാണ്. അസുഖങ്ങൾ ഉണ്ടാവാൻ പേരയ്ക്ക പൊതുവേ നല്ലതല്ലേ. അപ്പോൾ ആൾ പറിക്കുകയാണ്. ഇതിലാണെങ്കിൽ നിറയെ ഉണ്ട് കേട്ടോ. തത്തമ്മയും മലയണ്ണാനും എല്ലാവരും വന്ന് പറിച്ചുകൊണ്ട് പോവാണ്. പ്രകാശനാണെങ്കിൽ എന്നോട് പറഞ്ഞു ഒന്ന് പറിച്ചു തരാം. എനിക്ക് രാവിലെ എണീറ്റതും തന്നെ ഇതും പിടിച്ചുകൊണ്ട് ഇങ്ങനെ വലിച്ചുകൊണ്ട് വെക്കാൻ നേരമില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വേറെന്താ പണിയെന്ന്. പക്ഷേ ആളിങ്ങനെ പറിച്ചത് തോട്ടിലേക്ക് വീണ് കണ്ടപ്പോൾ ഒരു രസം. എല്ലാതും തോട്ടിലാണ് വീണു. ഒരെണ്ണം പോലും മുറ്റത്തേക്ക് വന്നില്ല. പറിച്ചതെല്ലാം തോട്ടിലേക്ക്. എന്നാലും ആട് വിടില്ല ഞാൻ. ആളൊരു കാര്യം വിചാരിച്ചാൽ അത് ചെയ്തിട്ടേ പോവുള്ളൂ കേട്ടോ. ആൾ കണ്ടില്ലേ, കണ്ണ് ശരിക്കും കാണില്ല തോന്നുന്നുണ്ട് ഭാഗത്തിന്. കണ്ടില്ലേ, പഴുത്തത് തിരഞ്ഞു വലിക്കണം, പച്ച വലിക്കരുതല്ലോ. പഴുത്തത് തിരഞ്ഞു വലിക്കുക. വലിയ പേരയ്ക്കുണ്ട് കേട്ടോ, നല്ല വലുത് പഴുത്ത് നിൽക്കുന്നുണ്ട്. അത്രയ്ക്ക് വലിയ പഴുത്ത പേരയ്ക്കകളാണ്. ഈ വേനൽക്കാലത്ത് നല്ല മധുരമുണ്ട് കേട്ടോ പേരയ്ക്കയ്ക്ക്. നല്ല സൂപ്പർ സാധനമാണ്.